ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് ബ്രസീലിലാണ്. ബ്രസീലിൻ്റെ ബോർഡറിലാണുള്ളത്. ബ്രസീൽ, പരഗ്വായ്, അർജന്റീന 3 രാജ്യങ്ങളുടെ ബോർഡറിലാണുള്ളത്. ഫോസ് ഇഗാസു എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണുള്ളത്. സോ ഞാനിപ്പോൾ ഇവിടെ നിന്ന് പരഗ്വായിലേക്ക് പോവുകയാണ്. ആക്ച്വലി പരഗ്വായിൽ നമുക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്ക് വിസ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷെ ഒരുപാട് വില്ലേജ് സൈഡ് ഉള്ളിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിസ എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ത്യയിലുള്ള സമയത്ത് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ 3 മാസം സമയമാണ് പറഞ്ഞത്. 3 മാസം നമ്മൾ പാസ്പോർട്ട് ഡൽഹിയിൽ സബ്മിറ്റ് ചെയ്യണം, അങ്ങനെ വേണം വിസ എടുക്കാൻ. എന്നാലും നമുക്ക് വിസ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, റിജക്ഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇന്ത്യൻ ഫ്രണ്ട് ഇവിടെ, പുള്ളിക്കാരൻ്റെ വൈഫെല്ലാം പരഗ്വായ് ആണ്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവരതാ പറഞ്ഞത്. പക്ഷേ നോർമലി എല്ലാവരും പരഗ്വായ് വിസിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ബോർഡറിൽ നമുക്ക് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും. അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചെല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം, ആ ഒരു ചെറിയ ഏരിയ മാത്രം. അതിന് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ലീഗലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ലീഗലല്ല. ഇല്ലീഗലാണോ എന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിൽ ഇല്ലീഗലാണ്. പക്ഷേ യൂഷ്വലി എല്ലാവരും അങ്ങനെ തന്നെയാണ് പോകുന്നത്. അത് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അവരെങ്ങനെ പാസ്പോർട്ട് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യുമോ അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എന്തായാലും എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. സോ ഞാനിതാ എൻ്റെ ഹോസ്റ്റലിൽ തന്നെയാണ്. ഞാൻ എൻ്റെ ബാഗെല്ലാം വെച്ചു. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് പരഗ്വായിലേക്ക് പോയിട്ട് അവിടെ കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് വന്നിട്ട് ബാഗ് എടുത്തിട്ട് ഞാൻ അർജൻറ്റീനയ്ക്ക് പോകാമെന്ന് ഓർത്തിട്ടാണ് ഇരിക്കുന്നത്. ബ്രസീൽ കഴിഞ്ഞിട്ട് അർജൻറ്റീനയാണ്. ചിലപ്പോൾ അർജൻറ്റീന കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ബ്രസീൽ വരാനുള്ള ചാൻസ് ഉണ്ട്, എനിക്കറിയില്ല. ലെറ്റ്സ് സീ, അർജൻറ്റീന പോയിട്ട് നോക്കി നോക്കാം. ഞാൻ ബസ് കയറിയിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് ബ്രിഡ്ജ് വരെ പോകണ്ടായിരുന്നുള്ളൂ, ബ്രിഡ്ജിൽ നടന്ന് പോകണമായിരുന്നു. പക്ഷേ ഇത് അവിടെ ഉള്ളിലേക്കുള്ള അടുത്ത സിറ്റി വരെ ഉണ്ട്. ഇത് 20 റിയാലാണ് ഇതിനായിട്ടുള്ളത്. 20 റിയാൽ എന്ന് പറഞ്ഞാൽ 400 രൂപ ഇന്ത്യൻ റുപ്യ വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര റേറ്റാണ്. ഇവിടുന്ന് ആകെ 6 കിലോമീറ്റർ 5 കിലോമീറ്റർ എന്തേ ഉള്ളൂ, 5 കിലോമീറ്റർ എന്തേ ഉള്ളൂ ബോർഡറിലേക്ക്. അതിനാണ് അവർ ഇത്രയും പൈസ മേടിക്കുന്നത്, 400 രൂപ. പക്ഷേ നോർമലി ഇത് ചീപ്പാണ്. പക്ഷേ ഇത് ബസ് എടുത്തത് ബ്രിഡ്ജ് വരെ ആണെങ്കിൽ വെറും 5 റിയാൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അതെനിക്കറിയില്ലായിരുന്നു. ഇവരോട് ബ്രിഡ്ജാണോ അപ്പോൾ യെസ് സി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് കയറി. പിന്നെ ഇറങ്ങാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് പണി കിട്ടിയതാണ് കേട്ടോ. ആ ബസ്സിൽ ഞാനിതാ പരഗ്വായിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ആഫ്രിക്കൻ വൈബാണ് എനിക്ക് കൂടുതൽ കിട്ടുന്നത്. ലൈക്ക് മോർലി സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളും, ഫുൾ ഷോപ്പിംഗ് സ്ട്രീറ്റ്സ് അങ്ങനത്തെ. പിന്നെ ബൈക്സാണ്, മൊത്തം ബൈക്കാണ്. പിന്നെ ബസ്സുകൾ കണ്ടോ, ബസ്സെല്ലാം ഭയങ്കര പഴയ ടൈപ്പ് ബസ്സുകളാണ്. നോക്കിയേ, ബ്രസീലിൻ്റെ പോലെയല്ല, അത്രയും ഡെവലപ്ഡ് അല്ല. പിന്നെ നല്ല ചീപ്പാണ് ഈ ഒരു കൺട്രി. എൻ്റെ കയ്യിൽ കറൻസി കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ അതേ കുറേ സ്ട്രീറ്റ് ഫുഡ്സ് എല്ലാം കാണുന്നുണ്ട്. ചിക്കൻ സംഭവങ്ങൾ, സ്റ്റേക്ക് കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നു. ബാർബിക്യൂ ഐറ്റംസ് ഒക്കെയാണ് കാണുന്നത്. സോ ഇനി ഇവിടെ ഞാൻ കുറച്ച് നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് കാണാണ്, വേറെ ഒന്നുമില്ല. ലൈക്ക് ഇവിടെ ഈ പരഗ്വായ് എന്തിനാ ഫേമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ ഭയങ്കര ചീപ്പാണ്. എന്ന് വെച്ചാൽ ഫോണ് കാര്യങ്ങളൊക്കെ മിക്ക ആൾക്കാരും ബോർഡറിലുള്ളവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് മേടിച്ചിട്ടാണ് പോവുക. അപ്പം എനിക്കിപ്പോൾ ഇവിടെ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ തന്നെ ഇവിടുത്തെ കറൻസി എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിൽ റിയാലുള്ളൂ. ചിലപ്പോൾ റിയാൽ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. പിന്നെ ഇവിടെ ഇല്ലേ എല്ലാവരും മെയിനായിട്ട് വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ, ലാപ്ടോപ്പ്, ഡ്രോണ്, പെർഫ്യൂംസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങോട്ട് വരുന്നത്. കാരണം ഇവിടെ ഭയങ്കര ചീപ്പാണ്. പിന്നെ ഫുഡാണെങ്കിലും നല്ല ചീപ്പാണ്. സെൻറ്റിൽ കറൻസി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മേടിക്കുന്നില്ല ഒന്നും, ജസ്റ്റ് എക്സ്പ്ലോർ ആക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈവൻ ഡ്രസ്സസ് ആണെങ്കിലും നല്ല ചീപ്പ് റേറ്റിലാണ് കേട്ടോ കിട്ടുന്നത്. ഇവിടെ പിന്നെ സ്പാനിഷാണ് എല്ലാവരും സംസാരിക്കുന്നത്, എസ്പാനിയോള്. അപ്പോൾ അതെല്ലാം ഒന്ന് പൊക്കിയെടുക്കണം, കാരണം അർജൻറ്റീനയിലും അത് തന്നെയാണ്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് എല്ലാം തണുക്കുന്നുണ്ട് എനിക്ക്. ഞാനിപ്പോൾ ഓൾറെഡി ഫുൾ കവർ ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്, എന്നാലും എനിക്ക് തണുക്കുന്നുണ്ട്. ഇവിടെ കറൻസി ഏത് എടുക്കുമെന്നുള്ളതാണ്. ഞാനൊരു പ്രോട്ടീൻ ഷേക്കർ മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടോ നോട്ടെ. ഇവിടെ ഇങ്ങനത്തെ കുറേ കടകൾ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ കുറേ സാധനങ്ങൾ. ഇവിടെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ ഫുള്ള് വിൻ്ററിൻ്റെ ജാക്കറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. എൻ്റെ കയ്യിൽ തൽക്കാലം ഉള്ളത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അർജൻറ്റീനയിൽ നല്ല കൊടും തണുപ്പാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, പക്ഷെ ഒടുക്കത്തെ വെയിറ്റാണ് എല്ലാത്തിനും. ഭയങ്കര ക്യൂട്ട് സാധനങ്ങളാണ്, അടിപൊളി. പരഗ്വായിൻ്റെ ജേഴ്സി ഉണ്ട്, ജേഴ്സി ഒരെണ്ണം മേടിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. എനിക്ക് ജേഴ്സി ഭയങ്കര ഇഷ്ടമാണ്. ഓലാ ഓ ക്വാന്തോ ബ്രസീലിയൻ റിയാൽ? 100 reales aquí. 100 reales. 100 റിയാൽ എന്ന് പറഞ്ഞാൽ എത്രയാണ് ആവോ? Tengo de 50 reales.
നോക്കിയോട്ടെ. ആ ഒരു സാധനത്തിന് 40 പറയുന്നത്. ഇത് ഇവിടുത്തെ ജേഴ്സിയാണ്. എനിക്കിപ്പോൾ ഭയങ്കര ജേഴ്സിനോടൊരു ക്രേസ്. സോ പരഗ്വായിൻ്റെ ജേഴ്സി ഞാൻ മേടിക്കുന്ന കേട്ടോ. ഇവിടെയൊക്കെ കണ്ടോ നിറയെ ഷൂസ് കാര്യങ്ങളൊക്കെ. ഇതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ബ്രസീലിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ ഒരു 2 ഇരട്ടി പൈസ ഇവിടെ കുറവായിരിക്കും. അത്രയും പൈസ കുറവായിരിക്കും എന്തായാലും ഉണ്ടാവുള്ളൂ. കുറേ ടൈപ്പ് ഡ്രസ്സുകൾ, എല്ലാ ടൈപ്പ് സംഭവങ്ങളുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് ഷോപ്പിങ്ങിനായിട്ടാണ് വരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടോ, ഈ ഏരിയ മൊത്തം ഡ്രസ്സ്, ഷൂസ് അങ്ങനത്തെയാണ് എല്ലാം കാണുന്നത്. കണ്ടോ ഇതെന്ത് രസമാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ജാക്കറ്റ് പഞ്ഞി പോലെ ഇരിക്കുന്നു. തൊടാൻ തന്നെ ഭയങ്കര രസമായിരിക്കും. ഷൂസ്. ഇത് ഇവിടുത്തെ ഒരു ഡ്രിങ്ക് ഉണ്ട് കേട്ടോ. ആ ഡ്രിങ്കിൻ്റെ പാത്രമാണ്. അത് എല്ലാവിടെയും ഇങ്ങനെ കാണാം. പല ടൈപ്പ് കണ്ട. അത് അതിൻ്റെ മാത്രമാണ്. അതിൻ്റെ മാത്രം ഡ്രിങ്കാണ്. പല മരത്തിൻ്റെയും അല്ലാത്ത കുറേ ടൈപ്പ് സാധനങ്ങളുണ്ട് ഇവിടെ. നമുക്ക് നല്ല രസമുണ്ട്. ഇതെന്താണ്? ഷവർമ്മയാണ്. മീറ്റാണ് ഈ കാണുന്നത്. ഇത് എന്ത് ഷവർമ്മയാ? ഓ ചിക്കൻ, ബീഫാണ്. ബീഫ് ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കുന്നുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ആ ബീഫിൻ്റെ ഫാറ്റെല്ലാം ഇങ്ങനെ ഉരുകി വരുന്നത്. നല്ല സ്മെല്ല്. ഞാൻ ഷോപ്പിങ്ങിന് വന്ന പോലെയാണ് കേട്ടോ. ഞാനിത് അവിടെ ഒരു ആമേൻ്റെ ഒരു സാധനം മേടിച്ചു. പിന്നെ ഞാനിതാ ഒരു മാല മേടിച്ചു. വിലക്കുറവൊന്നുമില്ല. ലൈക്ക് വിലക്കുറവെന്ന് പറഞ്ഞാൽ ശരിക്കും വിലക്കുറവാണ്. പക്ഷേ ഞാൻ സംസാരിച്ച എൻ്റെ ഭാഷ ആയതുകൊണ്ട് അവർ വില കുറയ്ക്കുന്നില്ല. അവരെന്നെ കാണുമ്പോൾ കൂട്ടി പറയുവാണ്. ഇടക്കിടക്ക് മാറ്റി മാറ്റി പറയുന്നുണ്ടായി. അതാണ് കോമഡി. ഇവിടെ കൂടുതലും ബൈക്ക് ടാക്സിയാണ് കാണുന്നത്. ഫുള്ള് റഷാണ്. എല്ലാവരും ഷോപ്പിങ്ങിന് വേണ്ടി വന്നിട്ടേ എൻ്റെ പൈസ എല്ലാം തീർന്ന്, എൻ്റെ റിയാലെല്ലാം തീർന്ന്. ഓൾമോസ്റ്റ് 150 റിയാൽ ഉണ്ടായിരുന്നു. അത് ബാക്കി ഉണ്ടായിരുന്നതാണ്. പക്ഷെ അത് തീർന്നു, ഒറ്റയടിക്ക് തീർന്നു. എങ്ങനെ തീർന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ഹോസ്റ്റലിലേക്ക് എനിക്ക് ലിഫ്റ്റ് അടിച്ച് വേണം പോകാനായിട്ട്. കാരണം ഞാൻ വേറെ ഇനി ടാക്സി ബസ് എടുക്കാനുമില്ല. ആ ബസ്സിൽ 20 റിയാൽ ആയതുകൊണ്ടാണ് എൻ്റെ പൈസ തീർന്നത്. കുഴപ്പമില്ല, കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ബ്രസീൽ എല്ലാവിടെയും കാർഡ് ആക്സസ് ആണ്. ഇവിടെ എല്ലാം ക്യാഷാണ് കൂടുതൽ കണ്ടത്. കാർഡ് അങ്ങനെ എവിടെയും കണ്ടില്ല. ഇവിടുത്തെ ബിൽഡിങ്സ് ആണെങ്കിലും നോക്കിയേ, ഫുള്ള് പഴയ ബിൽഡിങ്സ് ആണ്. ഫുൾ നിറയെ വയറും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങൾ, ഡ്രിങ്ക്സ്, വെള്ളം ഇതെല്ലാം ഇങ്ങനെ വിൽക്കും. എനിക്കൊരു ആഫ്രിക്കൻ വൈബാണ് ഇവിടെ അടിക്കുന്നത്. ഞാൻ ആഫ്രിക്കയിൽ പൊതുവെ ഇങ്ങനെ മാർക്കറ്റ്സ് ഒക്കെ ഫുൾ പുറത്ത് തന്നെ സാധനങ്ങൾ വിൽക്കാൻ വെക്കും. വിളിച്ചു പറയും ഇങ്ങനെ ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ യൂസ്ഡ് ആയിട്ടുള്ള ക്ലോത്ത്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. ഞാൻ ബസ്സിലാണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ടും ചെക്കിങ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആർക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് എൻട്രി ചെയ്യാം. ഒരുപാട് ഉള്ളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് വിസ വേണം. ലൈക്ക് കുറേ കിലോമീറ്റേഴ്സ് പോകണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ ഏരിയ ആണ് മെയിൻ ഒരു സ്ഥലം. ലൈക്ക് ഇലക്ട്രോണിക് സാധനങ്ങളാണെങ്കിൽ ഷോപ്പിംഗ് അങ്ങനെയുള്ള രീതിയിൽ. കണ്ടോ ബോർഡർ, പരഗ്വായിൻ്റെ ഫ്ലാഗാണ് ഈ കാണുന്നു അങ്ങ് ദൂരെ. അവിടെ കണ്ടോ, അതാണ് ഞാൻ ഈ ജേഴ്സി മേടിച്ചിട്ടുള്ളത്. ചെറിയൊരു രാജ്യമാണ്. കമ്പാരിറ്റീവ്ലി എക്സ്പെൻസ് നല്ല കുറവുള്ള ഒരു രാജ്യമാണ്. പക്ഷെ വിസ കിട്ടൂല. വിസ കിട്ടണമെങ്കിൽ 3 മാസമെല്ലാം എടുക്കും. അത് പോസിബിൾ അല്ല. അപ്പം അതുകൊണ്ട് ഞാൻ എന്തായാലും വിസ എടുത്തിട്ട് ഉള്ളിലേക്ക് അങ്ങനെ പോകില്ല. വിസ എടുത്ത് അങ്ങോട്ട് പോകാനൊന്നും, വിസ കിട്ടുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഉള്ളിലേക്കൊക്കെ പോകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. പോയിട്ടുണ്ടെങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ ഡീപ്പോർട്ട് ചെയ്യും. അത് റിസ്ക് ആണ്. അതുകൊണ്ട് ഞാൻ ഉള്ളിലേക്കൊന്നും പോകാത്ത. ഇതാണ് ആ ബോർഡർ. ഈ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറമെത്തി, ബ്രസീലെത്തി. സോ തിരിച്ച് ഞാൻ പോവാണേ. ഇവിടെ തന്നെ കാണാറുള്ളൂ ഡിഫറെൻറ്റ് കുറേ ഷോപ്പിങ്സും ഫുഡും. അത് തന്നെ ഉള്ളൂ. വണ്ടികൾ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇതെല്ലാവരും ഇങ്ങോട്ട് നടന്ന് വരുന്നവരാന്ന് തോന്നുന്നു. അപ്പുറത്ത് കൂടെയാണ് അങ്ങോട്ട് പോകുന്നവരെന്ന് തോന്നുന്നു. അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാ? കാണുന്നില്ലല്ലോ. ഇതുവരെ നടക്കണോണ്ട് കുഴപ്പമുണ്ടാവില്ല. തിരിച്ച് നടക്കുന്നതിന് സീനൊന്നും ഉണ്ടാവില്ലായിരിക്കും. എല്ലാവരും അപ്പുറത്തെ ബ്രിഡ്ജിലൂടെ പോകുന്നു. അപ്പുറത്തെ സൈഡിലൂടെ ബ്രിഡ്ജിൻ്റെ. ഞാൻ ഈ സൈഡിലൂടെ. എല്ലാവരും ഇവിടുന്ന് അങ്ങോട്ടാണ് പോണേ. അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. റോങ് സൈഡ് കയറിയാണ് ഞാൻ വരുന്നത്. കുഴപ്പമില്ല. അവിടെ ബ്രസീലിൻ്റെ ഫ്ലാഗ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കേട്ടോ ബസ് വന്നിട്ട് കാണാൻ പറ്റില്ല. ഇവിടെ നോക്കി ഒരു റിവറാണ് കാണുന്നത്. ഒരു ബ്രിഡ്ജ് ഞാൻ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കേട്ടോ ബ്രസീലിൻ്റെ ഫ്ലാഗ്
നോക്കിയേ, കാണാൻ പറ്റുന്നില്ലേ? തിരിച്ച് ഹോസ്റ്റലിലേക്ക് ഞാൻ ലിഫ്റ്റ് അടിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ. ലിഫ്റ്റ് കിട്ടുമോന്ന് അറിയൂല. ഏതോ കാടാണ്, കാട്ടു വഴിയിലൂടെയൊക്കെ ഞാൻ പോകുന്നത്. ബൈക്കൊക്കെ പോകുന്നുണ്ട്, പക്ഷെ മെയിനായിട്ട് ടാക്സിയാ. എൻ്റെ പൈസ എല്ലാം തീർന്ന് ഒരു 10 റിയാൽ എങ്ങാണ്ട് എൻ്റെ ബാക്കിയുള്ളേ ഇനി എൻ്റെ കയ്യില്. എനിക്കിതാ ഒരു ബൈക്കിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. രക്ഷപ്പെട്ടു. ഇത് ബൈക്ക് ടാക്സിയാണ്, എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇതേ ബാഗെല്ലാം എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്കറിയില്ല ഞാൻ എപ്പോൾ എത്തും, എവിടെ എത്തും എന്നൊക്കെ ഉള്ളത്. അല്ല, അതൊക്കെ ഹോസ്റ്റലിലുള്ള ആൾക്കാരാണ് കേട്ടോ. നമ്മളെല്ലാവരും ഹോസ്റ്റലിലെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കും. ഇവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ പോയാൽ ബോർഡർ എത്തും. അവിടെ നിന്ന് പിന്നെ അർജൻറ്റീന എൻട്രി ചെയ്തിട്ട് വേണം പോകാനായിട്ട്. സോ നോക്കട്ടെ, ബോർഡറിലേക്ക് ബൈക്ക് ടാക്സി എന്തെങ്കിലും കിട്ടുമോ നോക്കണം. ബ്രസീൽ എക്സിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു വണ്ടി ലിഫ്റ്റ് അടിച്ച് ഇപ്പം ഞാൻ അർജൻറ്റീന എൻട്രി ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ലേറ്റായി, രാത്രി ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 7 മണിയായി. ഞാൻ വൈകുന്നേരം ഇറങ്ങിയതാ, 3:45 ഇറങ്ങിയതാ. പക്ഷെ എനിക്ക് ലിഫ്റ്റൊന്നും കിട്ടാണ്ട് ഞാൻ കുറേ നടന്നു. എന്നിട്ടാണ് ടയർഡായപ്പോൾ അവിടെ ഇരുന്നു. എന്നിട്ടാണ് ഞാൻ ഇപ്പോൾ എമിഗ്രേഷനിലെത്തി അർജൻറ്റീന എൻട്രി ചെയ്യാൻ വേണ്ടി പോവാണേ. അപ്പം ഇനി രാത്രി ലിഫ്റ്റ് അടിക്കുന്ന ഒഴിവാക്കാമെന്ന് ഒരുപാട് കമൻറ്റ് ഞാൻ കണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. എമിഗ്രേഷനെത്തി. വെൽക്കം ടു അർജൻറ്റീന. അർജൻറ്റീനയിൽ എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ലിഫ്റ്റ് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ലിഫ്റ്റ് എങ്ങോട്ടാണ് കിട്ടുകയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതിനുള്ള ഫുള്ളാണ്. അവർ എൻ്റെ അടുത്ത് ടാറ്റ ബൈ ബൈ പറയുന്നുണ്ട്. ഞാനിവിടെ നിന്നിട്ട് ലിഫ്റ്റ് അടിക്കുവാണ്. പക്ഷേ എന്താ പറയുക, ട്രക്സ് ഒന്നും കാണുന്നില്ല കേട്ടോ. കാറുകൾ മാത്രമാണ് കാണുന്നത്. അപ്പോൾ കാർ ലിഫ്റ്റ് കിട്ടിയിട്ട് ഞാൻ എവിടേക്കാണ് പോവാന്ന് എനിക്കറിയില്ല. കാരണം ഞാനിപ്പോൾ ക്യാപിറ്റൽ സിറ്റി, അർജൻറ്റീനയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ബൊയ്നോസ് ഐറിസ് അങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യണമെന്ന് തോന്നുന്നത്, കറക്റ്റ് അറിയില്ല. അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങോട്ട് 1300 കിലോമീറ്റർ ഉണ്ട്. 1300 കിലോമീറ്റർ ഞാൻ ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ട്രക്സ് ഒന്നും കാണുന്നില്ല. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇവിടെ ഫുള്ള് കാറുകൾ മാത്രമേ കാണുന്നുള്ളൂ. ട്രക്സ് ഒരെണ്ണം പോലും ഞാൻ കണ്ടില്ല. അപ്പോൾ ഏതെങ്കിലും ലിഫ്റ്റ് കിട്ടി കുറച്ച് നേരം പോയിട്ട് ഞാൻ ഒന്നില്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യും. ലിഫ്റ്റ് കിട്ടുവാണെങ്കിൽ രാത്രി, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും സ്ലീപ്പിംഗ് ബാഗ് ഇട്ടങ്ങ് കിടക്കും. കഴിഞ്ഞ ദിവസമൊക്കെ അങ്ങനെയല്ലേ കിടന്നേ, ഏതെങ്കിലും പെട്രോൾ പമ്പിലോ എവിടെയെങ്കിലും. വൃത്തിയോ ഓല അതൊന്തേ എനിക്കിതാ ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു കാറിൽ ശരിക്കും കാട് വഴിയാണ്, ശരിക്കും സ്ട്രെയിറ്റ് റോഡ്, 2 സൈഡിലും കാടാണ്. ഓരോ സൈഡിൽ ഇങ്ങനെ ബോർഡ് കാണുന്നുണ്ട്. ഇപ്പോൾ ബോർഡ് കാണുന്നില്ല, ഇത്ര നേരം കാണുന്നുണ്ടായിരുന്നു. അനിമൽസ് എല്ലാം പാസ് ചെയ്യുന്നുള്ളത്. ശരിക്കും ഒരു ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ് പോകുന്നത്. പൊസാദാസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. 300 കിലോമീറ്റർ എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആളായിട്ട് ഞാൻ ട്രാൻസ്ലേറ്റിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇറ്റലിക്കാരനാണ്, പക്ഷേ ഇവിടെ അർജൻറ്റീനയിലാണ് ഇപ്പോൾ എന്നൊക്കെ പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. 300 കിലോമീറ്റർ എന്തായാലും ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 4 മണിക്കൂർ എന്തോ എടുക്കും. ഇപ്പോൾ സമയം 8:15 4 മണിക്കൂർ എന്ന് പറയുമ്പോൾ പാതിരാത്രിയാവും. അതുവരെ പോവോ അതിന് മുന്നേ സ്റ്റോപ്പ് ചെയ്യുമോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഒരു വലിയ ഹൈലക്സ് പോലത്തെ കാറൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അവിടെ സൈൻ ബോർഡ് കണ്ടോ നോക്ക്, മൃഗങ്ങളുടെ എല്ലാം ഫോട്ടോസ് കണ്ടോ. പോകുന്ന വഴി നോക്ക്, ഫുള്ള് ഫോഗാണ് കേട്ടോ. പുള്ളിക്കാരനാണെങ്കിൽ പകുതി ഉറങ്ങിയാണ് വണ്ടി ഓടിക്കുന്നത്. ഞാനിങ്ങനെ മേല് കൊട്ടിക്കൊണ്ടേയിരിക്കുവാണ്, ഉറങ്ങല്ലേ എന്ന് പറഞ്ഞ്. ഓൾറെഡി ഇതേ വഴിയിലൊരു ആക്സിഡന്റ്, അത് വണ്ടി മറിഞ്ഞിട്ടുണ്ട്. ഇതാണ് പുള്ളിക്കാരൻ ഇതേപോലെ കിടന്ന് ഉറങ്ങുന്നത്. ഞാനിപ്പോൾ എനിക്ക് തന്നെ ടെൻഷനായിട്ട് ഞാനിങ്ങനെ അലേർട്ടായിട്ടിരിക്കുകയാണേ. സമയം ഇപ്പോൾ 12:30 ഇവിടെ കണ്ടോ, വണ്ടി മറിഞ്ഞ് വലിയ ആക്സിഡൻ്റായി. പുള്ളിക്കാരൻ ഇങ്ങനെ ഉറങ്ങി ഞാൻ പറയുന്നുണ്ട് വണ്ടി നിർത്തിയിട്ട് വണ്ടിയിൽ കുറച്ച് നേരം ഉറങ്ങുമെന്ന്. പുള്ളിക്കാരൻ കേൾക്കുന്നില്ല. എനിക്കാണെങ്കിൽ ത്രോട്ട് പെയിൻ എടുത്തിട്ടും വയ്യ. എന്തൊരു കഷ്ടം. ഞാൻ പുള്ളിക്കാരനെ കൈ വെച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 സെക്കൻഡ് കഴിയുമ്പോൾ പുള്ളിക്കാരൻ ഉറങ്ങിപ്പോവും. ഇത് തന്നെ ടെൻഷൻ അടിച്ച് ഞാൻ മരിക്കും. ഇത് കണ്ടോ, വലിയ ട്രക്ക് എങ്ങാണ്ടാണ് മറിഞ്ഞിട്ടുള്ളത്. നോക്ക്, ട്രക്കിലാളാണ് ഉറങ്ങിപ്പോയിട്ടുണ്ട്, ഉറപ്പാണ്. ഫുള്ള് തവിട് കൂടിയായിട്ടുണ്ട് ട്രക്കെല്ലാം കണ്ടോ. ഉറങ്ങിപ്പോയതാണെന്ന് പുള്ളി പറയണത്. തവിട് കൂടിയായിട്ടുണ്ട്. ഫുള്ള്
സീന്. ആളും എന്തായാലും മരിച്ചിട്ടുണ്ടാവും, കാരണം എല്ലാം തവിട് കൂടിയായിട്ടുണ്ട്. സീരിയസ്ലി ഈ രാത്രി ഓടിക്കുന്ന എന്ത് റിസ്കല്ലേ. ഷേടാ ഓവറിയാതെ പുള്ളിക്കാരൻ ഇതാ എന്നെ ഇവിടെ കൊടുന്ന് ഒരു ഫ്യൂൽ സ്റ്റേഷനിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സമയം രാത്രി 2 മണിയായിട്ടുണ്ട്. എനിക്ക് ഉറക്കവും വരുന്ന സീന്, ഭയങ്കര തണുപ്പ്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാന്ന് വിചാരിക്കുന്നത്. രാത്രി 2 മണി മുതൽ 6 മണി വരെ ഞാനിതാ ഈ ഒരു കഫേൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു. ഒന്നും പറയാൻ കിട്ടില്ല, 1 മിനിറ്റ് പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഒരു ഹോൾ നൈറ്റ് ഞാൻ ഉറങ്ങിയിട്ടില്ല. 6 മണിയായപ്പോൾ ഞാൻ പുറത്തിറങ്ങിയതാണ്, സൺറൈസ് വന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ സൺറൈസ് 8 മണിക്കാണ്. 8 മണി വരെ പോസ്റ്റാണ്. ഇവരെടുത്ത് ഹെൽപ്പ് ചെയ്യുമോയെന്ന് ചോദിച്ചോട്ടെ. എൻ്റെ വായനൊക്കെ പുക പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ല തണുപ്പാണ്. ഇപ്പോൾ ഒരു 5 ഡിഗ്രിയാണ്. ഇവിടെ വിൻ്ററാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് ജൂലൈയിലൊക്കെയാണ് വിൻ്റർ എന്നാണ്. അങ്ങനെ രാവിലെ 8 മണിയായപ്പോൾ അവിടെ വെയിൽ വന്നിട്ടുണ്ട്. ഞാനിത് അവിടെ കുറേ നേരമായി ലിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു, കുറേ നടന്ന്. എൻ്റെ ഷോൾഡറൊക്കെ വേദന എടുക്കുന്നുണ്ട്. ഈ ഒരു റോഡ് 37 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ 14 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോഡിലെത്തും. ലൈക്ക് ഹൈവേൻ്റെ നമ്പറാണ്. ആ 14 റോഡിലെത്തി കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ വണ്ടി കിട്ടിയാൽ തന്നെ ചിലപ്പോൾ സ്ട്രെയിറ്റ് എനിക്ക് ബോനസ് ഐറേസിലേക്ക് എത്താൻ പറ്റും, ലൈക്ക് ക്യാപിറ്റൽ സിറ്റിയിലേക്ക്. പക്ഷെ ഇവിടുന്ന് 1000 കിലോമീറ്റർ ഉണ്ട് കേട്ടോ, 1060 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ വേറൊരു ബോർഡിൽ കണ്ട 1000 കിലോമീറ്റർ, മാപ്പിൽ കണ്ടു 1000 കിലോമീറ്ററാണ്. സോ ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ട് 1000 കിലോമീറ്റർ ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ ഒരു മെയിൻ റോഡ് തന്നെയാണ് ഉള്ളത്. ലെറ്റ്സ് സീ വണ്ടി ഇട്ടോ ഇല്ലേ എന്നുള്ളത്. എൻ്റെ മുഖമെല്ലാം കണ്ട ഞാൻ ഉറങ്ങാഞ്ഞിട്ട്, പിന്നെ ഇവിടുത്തെ വെതർ മാറിയിട്ട് ടാൻ അടിച്ച് കറുത്ത് പോയി. വെള്ളം കുടിക്കുന്നത് കുറവാണ്, എനിക്ക് ത്രോട്ട് പെയിൻ കാരണം വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. വെള്ളം കുടിക്കുന്നത് പറഞ്ഞിട്ട് ഇങ്ങനെ സ്കിന്നെല്ലാം വലിഞ്ഞ് ടാൻ അടിച്ച് കറുത്ത് പോയി. പിന്നെ ഉറങ്ങാനായിട്ട് കണ്ണൊക്കെ എന്തോ ആയിട്ടുള്ളത് കണ്ട, കണ്ണെല്ലാം ഭയങ്കര ടയർഡാണ്. 1 മിനിറ്റ് പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ. അതെ ലിഫ്റ്റ് അടിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ തണുത്ത് ഫ്രീസായി. ഇവിടെയാണെങ്കിൽ നല്ല വിൻ്റർ. അങ്ങോട്ടൊക്കെ നോക്കിയേ കണ്ടോ, സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണുക പോലും ഇല്ല. കാരണം അവിടെ എല്ലാം ഇങ്ങനെ ഫോഗായേക്കാം, മൊത്തം വെയിലുണ്ടെങ്കിലും ഫോഗാണ്. ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതേ ടിൻഡ് ട്യൂണ ഉണ്ട്, സ്പൂൺ എൻ്റെ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. ഞാൻ ഇവിടെ തന്നെ ലിഫ്റ്റ് അടിച്ച് നിൽക്കുകയാണ്. കുറേ നേരമായിട്ട് ലിഫ്റ്റ് വന്നിട്ടുള്ള ബാഗ് താഴെ വെച്ചിട്ട് ഇതിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇപ്പം സമയം 11:45 ഞാൻ ഇന്നലെ രാത്രി 2 മണിക്ക് ഞാൻ ഈ സ്ഥലത്ത് എത്തിയതാണ്. ഇവിടെ നിന്ന് ഒരു ലിഫ്റ്റ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. എത്ര നേരമായെന്നറിയോ, ഓൾറെഡി ഞാൻ കുറേ നേരമായി നടക്കുന്നു. ഇതാണ് അവസ്ഥ. ഒരു വണ്ടി കിട്ടിയിട്ടില്ല. ബ്രസീലിലെ പോലെയല്ല. ബ്രസീലിൽ നമുക്കിപ്പോൾ എനിക്ക് ആകെ ഒരു 3 മണിക്കൂർ മാത്രം ഒരു വട്ടം കിട്ടാതിരുന്നത്, ബാക്കി കണ്ടിന്യൂസ്ലി പെട്ടെന്ന് കിട്ടും. ഇവിടെ കിട്ടുന്നേ ഇല്ല. എന്താ സംഭവം എന്നറിയില്ല. ഇവിടെ അങ്ങനെ ഹിച്ചൈക്കിങ് കൾച്ചർ ഇല്ലായിട്ടാണോ, ആൾക്കാർ ഫ്രണ്ട്ലി കുറവായതുകൊണ്ടാണോ, ഒരു ഐഡിയ ഇല്ല. ഞാനാണെങ്കിൽ ഉറങ്ങിയിട്ട് പോലും ഇല്ലാണ്ട് നടന്നിട്ട് ഞാൻ നല്ല ക്ഷീണിച്ചു. സീരിയസ്ലി നോക്ക്, ജസ്റ്റ് ഇങ്ങനെ ഒരു പ്ലെയിൻ റോഡ്. ഞാൻ ഇങ്ങനെ നടക്കുന്നു 6-7 കിലോമീറ്റർ ഇപ്പം നടന്ന്, പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കാം. 1000 കിലോമീറ്റർ എനിക്ക് പോകാനുണ്ട്. 1000 കിലോമീറ്റർ നടക്കാൻ പറ്റൂലല്ലോ. ഞാൻ എന്താ ചെയ്യാന്ന് അറിയാണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നു. കിട്ടും, വണ്ടി കിട്ടും. ക്ഷമ വേണമല്ല. ഞാൻ രാവിലെ തൊട്ട് വാമോസ് ലെസ്കോ അറിയാമായിരിക്കുമല്ലോ. വാമോസ് എല്ലാവർക്കും, വാമോസ് അർജന്റീന. അയ്യോ ഞാനുണ്ടല്ലോ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ഞാൻ ചത്തിരിക്കുമായിരുന്നു. ഞാൻ രാവിലെ തൊട്ടിട്ട്, രാവിലെ എന്ന് പറയുമ്പോൾ രാവിലെ ഞാൻ ഒരു 6 മണിക്ക് ഞാൻ ലൈക്ക് ലിഫ്റ്റ് അടിക്കാൻ തുടങ്ങി. അതുവരെ ഞാൻ അവിടെ ഒരു സ്ഥലത്ത് ഇരിക്കുമായിരുന്നു. 6 മണിക്ക് ലിഫ്റ്റ് അടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 12:30 ആയിട്ടുണ്ട്. 12:30ക്കാണ് എനിക്ക് ലിഫ്റ്റ് കിട്ടുന്നത്. ഏകദേശം 6.5 മണിക്കൂർ 7 മണിക്കൂർ ഞാൻ നിന്ന് ലിഫ്റ്റ് അടിച്ചു. നടന്നൊരു 8 കിലോമീറ്റർ മിനിമം നടന്നിട്ടുണ്ടാവും. അങ്ങനെ നടന്നിട്ടാണ് എനിക്ക് ഈ ഒരു വണ്ടി ഇപ്പോൾ ലിഫ്റ്റ് കിട്ടിയത്. എൻ്റെ അമ്മ, എൻ്റെ ഭാഗ്യമാണ്. എനിക്ക് വയ്യ, ഞാൻ ചത്ത്. എനിക്കുള്ള കുറേ നാൾക്ക് ശേഷമാണ് ഇത്രയും ഒരു 7 മണിക്കൂറോളൊക്കെ ഞാൻ റോഡിൽ ഇങ്ങനെ ലിഫ്റ്റ് അടിച്ച് നിൽക്കുന്നത്. അത്രയും ഡിഫിക്കൽട്ടാണ് അർജന്റീനയിൽ ലിഫ്റ്റ് അടിച്ച് ട്രാവൽ ചെയ്യാനായിട്ട് കേട്ടോ. മൂച്ചോ ഗ്രാസിയാസ്. സമാധാനം. അയ്യോ എനിക്കൊന്നും പറയാനില്ല. എനർജി പോലും ഇല്ല, വെള്ളം പോലും ഇല്ല എൻ്റെ കയ്യിൽ. എല്ലാം തീർന്നിരിക്കുക, ചാർജ് ഇപ്പം തീരും. ഇവിടെ വെള്ളം എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വെള്ളം എടുക്കുകയാണ്. ഇവിടെ
ടോളുണ്ട്. ടോളിൻ്റെ അവിടെ വെള്ളവും വാഷ്റൂം ഒക്കെ ഉണ്ട്. സോ വെള്ളമൊക്കെ തീർന്നിരിക്കുമായിരുന്നു. ഈ ഒരു സാധനം ഇവരിവിടെ ഫുൾ ടൈം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും ചൂടില്. മാത്തേ മാത്തേ അർജന്റീന സേ എപ്പോഴും എപ്പോഴും ഇതിങ്ങനെ കുടിച്ചോണ്ടിരിക്കും. ട്രഡീഷൻ ആണെന്ന് പറയണത്. എപ്പോഴും കുടിക്കും ഈ ചൂടുവെള്ളം. ഇത് എവിടെ ഉണ്ടോ ചൂടുവെള്ളം നിറയ്ക്കാനുള്ള ആ ജ്യൂസ്, ആ മാത്തേ നിറയ്ക്കാനായിട്ട് മാത്രം. ഫോട്ടോ കണ്ടില്ല അതിൻ്റെ? നോക്ക്, അതിനു വേണ്ടി മാത്രം ചൂടുവെള്ളം അയാൾ അവിടുന്ന് ഇപ്പം നിറച്ചിട്ടാണ് അത് കുടിച്ചോണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒഴിക്കുക കുടിക്കുക, ഒഴിക്കുക കുടിക്കുക, അത് തന്നെയാണ് പണി കേട്ടോ. എല്ലാവരും തന്നെ ഇതിന്റെ സാധനം വാങ്ങാൻ കുറേ കിട്ടും. ഓ ട്രൈ ട്രൈ caliente mucho caliente no 80 grados despacito despacito നല്ല ചൂടാ bueno caliente acostumbrado ya es normal ചൂട് അവർക്ക് നോർമലാണ്, എനിക്ക് നോർമൽ. അവര് ചൂടുള്ള എപ്പോഴും കുടിക്കാൻ, ചൂടുള്ള ഒരു സാധനം കുടിക്കാൻ. ഞാൻ ആകെ ഹോട്ട് ചോക്ലേറ്റാ വല്ലപ്പോഴും കുടിക്കുന്നത്. അപ്പൊ തന്നെ നാവ് പൊള്ളു. എന്റെ നാവ് പൊള്ളി നമുക്ക് ഫുഡ് കഴിക്കുമ്പോ എന്തോ പോലാവും. വേറെ ടേസ്റ്റ് ആയിരിക്കും. ടേസ്റ്റ് അറിയാൻ പറ്റൂല കേട്ടോ. ഉണ്ടോ ഫുൾ ടൈം അവരിത് കുടിച്ചോണ്ടിരിക്കും. അത് അവരുടെ ട്രഡീഷൻ ആണെന്ന് പറയുന്നത്. പക്ഷെ പരഗ്വായ് ബോർഡറിലും ബ്രസീലിന്റെ ആ ബോർഡറിലൊക്കെ ഈ സാധനം ഇങ്ങനെ വിൽക്കാൻ വെച്ചെന്നെ കണ്ട്. ഒരു കപ്പില്ലേ, ഇങ്ങനത്തെ പല ഡിഫറെന്റ് ആയിട്ടുള്ള കപ്പുകൾ തന്നെ കുറേ വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പാവമായിട്ടുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ. ഭയങ്കര സ്നേഹം. ഇറങ്ങി വന്നിട്ടൊക്കെ എന്നെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുള്ളത്. ഓ എത്ര നേരം എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് ഞാൻ നിൽക്കുക. എന്നിട്ട് എനിക്കൊരു വണ്ടിയും കിട്ടാണ്ടിരുന്ന്. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഇത് നോക്കി ടാർ ഇട്ടിട്ടുണ്ട്. കാലിലൊക്കെ ആയിട്ടുണ്ട്. ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ടാറ്. ഞാൻ എന്തിനി ഇത് ഏതാ വഴിയില്ല, ലിഫ്റ്റ് അടിക്കാൻ വഴിയില്ല. മെയിൻ റോഡിൽ എത്താനായി. മെയിൻ റോഡിൽ എത്തി, പക്ഷേ വഴിയില്ല. സൈഡിലേക്ക് നടന്നിട്ട് ഇപ്പുറത്തുകൂടെ നടക്കാല്ലേ. എന്നിട്ട് അപ്പുറത്തേക്ക് കയറാം. ഇതേ ബോയനസ് ഐറസിലേക്ക് 951 കിലോമീറ്റർ, സാൻഡോ ടോമെ 106, ഉറുഗ്വായ് എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് ആണ് പുള്ളിക്കാരൻ പോകുന്നത്. ഗ്രാസിയാസ് മൂച്ചോ ഗ്രാസിയാസ്. സോ പുള്ളിക്കാരൻ്റെ ഇവിടെ ഡോറ് തുറക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. എന്നാലും ആള് ഇറങ്ങിയിട്ട് പുറത്തേക്ക് വന്നിട്ട് ഞാൻ ഇപ്പുറത്തു കൂടെ ഒക്കെ കയറി. കാരണം ഇവിടെ എന്തോ ഫ്രിഡ്ജാന്ന് തോന്നുന്നുണ്ട്, മനസ്സിലാവുന്നില്ല. ഫ്രിഡ്ജ് ഫുൾ എൻ്റെ ഈ ബാഗോടെ സാധനങ്ങൾ വെച്ചേക്കുന്നത് മൊത്തം സാധനങ്ങളാണ് കേട്ടോ. ബിസ്ക്കറ്റ്, പുള്ളിക്കാരനെ കഴിക്കാനുള്ള എന്തോ ഫുഡ് ഐറ്റംസും. പിന്നെ ഈ സാധനം ഞാൻ പറഞ്ഞേ, ഇത് നമ്മുടെ നാട്ടിൽ ഈ ഗുജറാത്തിലൊക്കെ പോകുമ്പോൾ 5 മിനിറ്റ് ചായ കുടിക്കണ പോലെ ഇവർ ഈ മാത്തേന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഈ ബാഗോട് വെച്ച് ഇത് കൂടെയാണ് ഞാൻ കയറിയത്. ഓ സമാധാനം. അതിനൊരു 100 കിലോമീറ്റർ സമാധാനമായിട്ട് ഇതിൻ്റെ ഉള്ളിലിരിക്കാമല്ലോ. എനിക്കറിയാം ഈ റോഡിൽ എത്തിക്കഴിഞ്ഞാൽ ലിഫ്റ്റ് കിട്ടുന്നു. കാരണം അത് മെയിൻ റോഡല്ല, ഇത് മെയിൻ റോഡാണ്. ഇത് ഉറുഗ്വായിലേക്ക് പോകുന്നതും പിന്നെ ബോയനസ് ഐറസിലേക്ക് ക്യാപിറ്റൽ സിറ്റിക്ക് പോകാനുള്ള ഏറ്റവും മെയിൻ റോഡ് ഇതാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്നൊരു ഉറപ്പുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇവിടെ എത്തിയിട്ടൊരു 10-15 മിനിറ്റ് ആയുള്ളൂ എനിക്ക് ലിഫ്റ്റ് കിട്ടി. സമാധാനമായി. ഇനി അങ്ങോട്ട് കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ പുള്ളിക്കാരൻ 100 കിലോമീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റിലേക്ക് ഉറുഗ്വായിലേക്ക് കയറും. എനിക്ക് സ്ട്രെയിറ്റ് ഈ റോഡ് തന്നെ നേരെ പോകണം. എനിക്ക് കഴിക്കാൻ ഇതവിടെ ഓറഞ്ചൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ വേറെ എന്തോ ഒരു എണ്ണയിൽ പൊരിച്ചൊരു സാധനം, അത് കഴിച്ചോളാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ കയറിയപ്പോൾ തന്നെ എനിക്ക് വിശക്കണം എന്ന് പറഞ്ഞു കേട്ടോ. വിശക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഹാംബ്രേ എന്ന് പറഞ്ഞ് വിശക്കണം എന്ന് പറഞ്ഞു. അപ്പം തന്നെ എല്ലാം എടുത്ത് കഴിച്ചോ, ഇതെല്ലാം എന്ത് വേണേൽ എടുത്ത് കഴിച്ചോ, ഇതെല്ലാം കഴിക്കാനുള്ളതെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. ഗ്രാസിയാസ്. ഇവിടെ ഇതുണ്ട് കേട്ടോ, വാഷ്റൂം ഉണ്ട്. അപ്പം ഞാൻ വാഷ്റൂം പോകണം. വാഷ്റൂം പോയിട്ട് ഇവിടുന്ന് ലിഫ്റ്റ് അടിക്കുക. ആള് പറഞ്ഞ് ഇവിടുന്ന് ലിഫ്റ്റ് അടിക്കുന്നതാണെങ്കിൽ ബെറ്റർ, ഇവിടുന്ന് ലിഫ്റ്റ് അടിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ വണ്ടികൾ എന്തായാലും കുറേ നിർത്തും എന്ന് പറഞ്ഞിട്ട് ഫ്യൂൽ സ്റ്റേഷനിലാക്കിയിട്ടുള്ളത്. ഞാനിവിടെ വാഷ്റൂമിൽ വന്നപ്പോഴാണ് പണ്ട് ഞാൻ ട്രാവൽ ചെയ്ത പോലെ രണ്ടുപേര് ട്രാവൽ ചെയ്യുന്നതൊക്കെ സൈക്കിളിലാണ്. ഇതുണ്ടോ എല്ലാ സെറ്റപ്പായിട്ട് ടെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ കൊളംബിയ എന്നുള്ളതാണ്. കൊളംബിയൻ്റെ ഫ്ലാഗ് കണ്ടപ്പോൾ തന്നെ ഞാൻ കൊളംബിയ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ കൊളംബിയ, എക്വഡോർ, പെറു, ബൊളീവിയ, Argentina, Chile, Ushuaia, Uruguay. Ahora vamos para todo Sudamérica explorar. Cycle. Bien. Gracias. കണ്ടോ അവരിൽ എല്ലാ സെറ്റപ്പും ഉണ്ട്. ടെൻറ്റ് കാര്യങ്ങൾ, പാനിയർ ബാഗ്സ് എല്ലാം അവർ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യും. അഹോറ അക്കി ദുർമീർ സേ സാന്തോ തോമെ. ഓക്കെ
ടു ബൈനസ് ഐറിസ് ഓട്ടോ സ്റ്റോപ്പ്. ഓക്കെ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ബൈ. ചാവ് ചാവ്. ഗ്രാസിയാസ്, മുച്ച ഗ്രാസിയാസ്. അവര് ഫുൾ സൗത്ത് അമേരിക്ക രണ്ടുപേരും കൂടെ സൈക്കിളിൽ ട്രാവലിംഗ് ആണ്. ഞാൻ മുന്നേ എത്യോപ്യ, കെനിയ, യുഗാണ്ട അവിടെ എല്ലാം സൈക്കിളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര മിസ്സിങ് ആയി. എന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തു. സന്തോഷവും മിസ്സിങ്ങും ഒരേ ഫീലിംഗ് ആയിരുന്നു. അവരെന്നോട് ചോദിക്കുന്നത് ഞാൻ ലിഫ്റ്റ് അടിച്ചാണോ പോണേന്നല്ലോ. സോ ലൈക്ക് ഇവിടെ നിന്ന് ടെൻ്റ് അടിക്കുമോ, ഞാൻ കണ്ടിന്യൂ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിന്യൂ ചെയ്യും. ഇപ്പം എൻ്റെ കയ്യിൽ ടെൻ്റില്ല, സ്ലിപ്പ് ബാഗ് മാത്രമേ ഉള്ളൂ എന്ന്. ടെൻറ്റ് ഈ പ്രാവശ്യം എടുക്കാതിരുന്ന എനിക്ക് ഓൾറെഡി വെയിറ്റ് കൂടുതലായിട്ട് ഷോൾഡറൊക്കെ പെയിൻ ആയിട്ട്. സോ ഇവിടെ നിന്ന് ലിഫ്റ്റ് അടിക്കണം. നോക്കട്ടെ, ഇനിയുണ്ട് ലൈക്ക് എനിക്ക് ഒന്ന് 800 കിലോമീറ്റർ എബോ ഉണ്ടാവും തോന്നുന്നുണ്ട്. നോക്കി നോട്ടെ. ഇവിടെ ഞാനിപ്പോൾ ഒരു 45 മിനിറ്റ്സ് ആയിട്ടോ നിൽക്കുന്നത്. വണ്ടിയിൽ മിക്കതും ഫ്രണ്ടിൽ 2 ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണോ ഇനി ലിഫ്റ്റ് കിട്ടാത്തതെന്ന് എനിക്കറിയില്ലേ. പക്ഷെ വണ്ടിയിൽ ഇഷ്ടംപോലെ പോണുണ്ട്. വണ്ടി പോകുമ്പോൾ തണുത്ത കാറ്റടിക്കുന്നു. വണ്ടി ഇട്ടില്ലേ എന്നുള്ളത് സംസാരിക്കാൻ തന്നെ പറ്റില്ല. ഒടുക്കത്തെ ടയർഡായിട്ടാണ് ഞാനുള്ളത്. സമയം ഒരു 4:45 ഒക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇരുട്ടാവും. ഇനി സണ്ണൊക്കെ പെട്ടെന്ന് പോവും. അത് പിന്നെ ഇരുട്ടായി കഴിഞ്ഞാൽ ടാസ്ക് ആയിരിക്കും തോന്നുന്നുണ്ട്. ലെറ്റ്സ് സീ, അറിയില്ല. സോ അടുത്ത വീഡിയോയിൽ കാണാം എന്താണ് സംഭവിച്ചതെന്നുള്ളത്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത്. ബൈ ബൈ.